നമസ്കാരം. ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് വേണ്ടി 114 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്നും കൃത്യമായി സെലക്ട് ചെയ്ത അന്താരാഷ്ട്ര കമ്പനിയുമായി കരാറുണ്ടാക്കി അത് ഇന്ത്യൻ വ്യോമസേനയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-21 ഫൈറ്റർ എയർക്രാഫ്റ്റും സ്വീഡിഷ് എയറോസ്പേസ് നിർമ്മിച്ച സാബ് JAS-39 ഗ്രിപ്പൻ ഫൈറ്റർ എയർക്രാഫ്റ്റും ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും ബ്രിട്ടനും ഇറ്റലിയും സംയുക്തമായി നിർമ്മിച്ച യൂറോ ഫൈറ്റർ എയർക്രാഫ്റ്റും അതുപോലെ ഫ്രാൻസിൻ്റെ ദാസോൾട്ട് ആവിയേഷൻ നിർമ്മിച്ച റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റുമാണ് ഇന്ത്യ ഇതുവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ സെലക്ട് ചെയ്ത ഈ എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ 4.5 ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ്. ചൈന ഇതിനോടകം തന്നെ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകളായ J-35A അതുപോലെ J-20 വികസിപ്പിച്ചെടുത്ത് എന്ന് മാത്രമല്ല അത് ചൈനയുടെ വ്യോമസേനയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചൈന അടുത്തു തന്നെ കുറച്ച് J-35A സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയെ ബദ്ധശത്രുവായി എല്ലായ്പ്പോഴും കണക്കാക്കുന്ന പാകിസ്ഥാന് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഇപ്പോൾ ഉള്ള പഴയ ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ യുദ്ധ പ്രഹരശേഷി ഇപ്പോൾ ക്ഷയിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ചൈനയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളായ J-35A J-25 ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ഭീഷണി തന്നെയാണ്. അതുകൂടാതെ ചൈനയുടെ ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ എയർഫോഴ്സ് വാങ്ങുകയാണെങ്കിൽ അതും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഈ പരിതസ്ഥിതിയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി റഷ്യയുടെ 114 സുഖോയ് Su-57 സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ വരും കാലങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള സൈനിക ഭീഷണികളെ ഇന്ത്യക്ക് ഫലപ്രദമായി നേരിടുവാൻ സാധിക്കുകയുള്ളൂ.